ഇമലിനെ കൊണ്ടുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് ജേണി എക്സ്പീരിയൻസ് ആണെന്ന് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ സൗദി പോവുകയാണ്. ഇമലിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ എയർപോർട്ട് പോകണ വഴിക്ക് ഉപ്പപ്പാനെ മലപ്പുറത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 മണിയാണ്. ഉച്ചയ്ക്ക് 1:50 ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ കസിൻസും പിന്നെ ഉമ്മയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് വരാതെ ഡയറക്റ്റ് എയർപോർട്ടിൽ വന്നിരുന്നു. അങ്ങനെ അവരുടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഹെൽപ്പിന് ആളാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുമല്ലോ, കാരണം മാനങ്കണ്ടാകുമ്പോൾ ലഗേജൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ആളുള്ളത് നല്ലതാണ്. 500 റുപ്പീസ് ആയിരുന്നു അവരുടെ ചാർജ് ഉണ്ടായിരുന്നത്. അവർ എമിഗ്രേഷൻ വരെ കൂടെ വരും. ഉള്ളിൽ എത്തിയ ഉടനെ തന്നെ ഇമലവൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. കാരണം അടങ്ങിയിരിക്കില്ലല്ലോ, നടക്കാൻ തുടങ്ങിയ ടൈമും കൂടി ആയതുകൊണ്ട് അവിടെയൊക്കെ ഓടിക്കളിക്കായിരുന്നു. പിന്നെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഹാൻഡ് ക്യാരി ബാഗ് കൂടി ലഗേജിൽ വിട്ടുന്നിട്ടോ. കൂടെ കുട്ടികളുണ്ടാവും. നല്ലൊരു കാര്യമായി. കാരണം ഇവനെയും ഹാൻഡ് ക്യാരി ബാഗ് കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കൊണ്ട് കഴിയില്ല. പിന്നെ ഗേറ്റ് തുറക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം അവൻ അടങ്ങിയിരിക്കേ ഇല്ലായിരുന്നു. ഫുൾ ടൈം ഓടിക്കളിച്ചുകൊണ്ട് ഓരോരോ കോപ്പറായി കാട്ടിയിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അവൻ്റെ ബൈക്ക് കിട്ടും, എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ളത് കാണുമ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം ഏകദേശം ഉച്ചയായി. ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ മുന്നേ കൊടുക്കാണ്ടിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറും. അപ്പോൾ അത് കൊടുത്തു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ചായപ്പോൾ അവന് ക്ഷീണിച്ചിട്ടോ. അപ്പോൾ നിലത്ത് തന്നെ അവിടെ തന്നെ കിടന്നൊക്കെയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ജേണി എന്ന് പറഞ്ഞാൽ 6 hours ഉണ്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എയർപോർട്ടിൽ നിന്ന് അടങ്ങിയിരിക്കില്ലായിരുന്നു കേട്ടോ, മടിയിലിരിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ എങ്ങനെയാവും നിലച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തപ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിൻഡോ സീറ്റ് വേണമെന്നുള്ളത്. കാരണം കുട്ടിനെ കൊണ്ട് ഫീഡ് ചെയ്യാനും പിന്നെ അവനെ പുറത്തൊക്കെ ഒന്ന് വ്യൂ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിൻഡോ സീറ്റുള്ള നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു വിൻഡോ സീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് കയറി ഇരുന്നപ്പോൾ തന്നെ അവൻ്റെ വികൃതിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഇൻഫൻറ്റ് കൂടുതലുകൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ് ടൈമിൽ ഫീഡ് ചെയ്യണമെന്നുള്ളത്, കാരണം എയർ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങി കേട്ടോ. കുറേ കളിച്ച് ക്ഷീണിച്ച് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയതായതുകൊണ്ട് ആ ഒരു ഉറക്കം 3 മണിക്കൂറോളം ഉറങ്ങി. പിന്നെ ഫ്ലൈറ്റിൽ എൻ്റെ അടുത്തുള്ള സീറ്റിലൊന്നും ആളില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിടത്താനും പറ്റിയിട്ടോ. ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് സ്റ്റേബിളായിട്ട് സീറ്റ് ബെൽറ്റും സിമ്പിളൊക്കെ ഓഫ് ആയതിനു ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ കിടത്തിയത്. അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ ആൾ കുറച്ച് കുറുമ്പിലായിരുന്നു കേട്ടോ. കാരണം വിശപ്പുണ്ടാവും, അത്ര നേരം ഉറങ്ങിയതല്ലേ, 3 മണിക്കൂറോളം ഉറങ്ങി. അപ്പോൾ എണീറ്റുടനെ തന്നെ അവനക്ക് ഞാൻ ചൂടുവെള്ളം കുടിക്കാൻ കൊടുത്തു. പിന്നെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവനക്ക് ഇഷ്ടമാണ്ടത്. നമ്മൾ മാക്സിമം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെയാണ് കയ്യിൽ വെക്കേണ്ടത്. അപ്പോൾ ബിബി യൂസ് ചെയ്തിട്ടാണ് ഫുൾ ടൈം ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഡ്രസ്സിലൊന്നും ആവില്ലല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കളിച്ചിട്ടോ. പുറത്ത് വ്യൂ ഒക്കെ കാണിച്ചെടുത്തിട്ട് അവനോട് ക്യാമറയിൽ നോക്കിയിട്ട് ഒരു ഹായ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ വലിയൊരു ഹായ് എന്നിട്ട് എന്നെ നെട്ടിച്ചു. ഇവനെ കൊണ്ടുള്ള ജേണി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലോങ് ആണ് കേട്ടോ. ഞാൻ മാക്സിമം ഷോർട്ടാക്കാൻ നോക്കി, പക്ഷേ നടക്കുന്നില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായിട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കപ്പ് നൂഡിൽസും ജ്യൂസും പിന്നെ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കൊടുത്തു. പിന്നെ ഡൈപ്പർ ചേഞ്ചിങ് ആയതിൻ്റെ നെക്സ്റ്റ് ടെൻഷൻ. കാരണം ഫ്ലൈറ്റിലെ ബാത്റൂം അത്രയും ചെറുതാവുമല്ലോ. പക്ഷേ നമുക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് ഡൈപ്പർ ചേഞ്ചിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു ബാത്റൂം ബാക്ക് സൈഡിൽ. അങ്ങനെ അവിടെ പോയിട്ട് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഫ്ലൈറ്റ് ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഫ്ലൈറ്റിൽ എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ആരോ ഇതിനെ കൊച്ചുണ്ടാപ്പർ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനെ കൊച്ചുണ്ടാപ്പർ എന്നാണ് പേരിട്ടത്. ഇത് ഞാൻ എനിക്ക് മുന്നേ കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് കയറിയിട്ടാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ. കുറേ നേരം അത് ഒടിച്ചിട്ട് കളിച്ചു. അതിന് ഞാൻ സെക്ഷൻ ഉണ്ടായതുകൊണ്ട് ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അവനത് വലിച്ച് പറിക്കും. പിന്നെ എൻ്റെ അടുത്ത് തരും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് അവസാനം എനിക്കിത് മടുത്തിട്ടോ. പിന്നെ അതിൻ്റെ അവസ്ഥ അതായിരുന്നു. അതും പറയണല്ലോ വീഡിയോയിൽ. എന്നാലും കുറേ ടൈം ആയിമ കളിച്ചിട്ടോ. പിന്നെ മടുത്തു, സ്വാഭാവികമാണല്ലോ. പിന്നെ അവന് നിലത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള കുറുമ്പായിട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അവന് നിലത്തേക്ക് ഇരിക്കണം, അതല്ലാതെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്തോ ഭാഗത്തിന് വേറെ കരച്ചിലൊന്നും ഉണ്ടായില്ല. നിലത്തിറങ്ങി പോകാനുള്ള കരച്ചിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്. എൻ്റെ ക്രോസ് ചെയ്തിട്ട് അടുത്ത സീറ്റിലേക്കൊക്കെ പോയിരുന്നു കേട്ടോ. അടുത്ത സീറ്റിൽ ആൾക്കാരൊക്കെ പോയി തോണ്ടിയിരുന്നു. ഫ്ലൈറ്റ് സ്റ്റേബിളായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ച് പിന്നെ ഞാൻ പിടിച്ചിടുന്നു. പിന്നെ അവന് കഴിക്കാൻ വേണ്ടി ഞാൻ പഴം കരുതിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അതും കൊടുത്തു കേട്ടോ. മാക്സിമം അവന് വിശപ്പില്ലാതെ നോക്കി കഴിഞ്ഞാൽ വലിയ കുറുമ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ പഴം കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങിട്ടോ. ഇനി ലാൻഡിങ്ങിന് 1 മണിക്കൂറോളം ടൈമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ലാൻഡിങ് ടൈമിലായപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ട് വീണ്ടും ഫീഡ് ചെയ്തു. അങ്ങനെ ഫീഡ് ചെയ്ത് എയർപോർട്ടിലെത്തി ഒന്ന് ഫ്ലൈറ്റ് സ്റ്റോപ്പ് ആയതിനു ശേഷം ഞാൻ അവനെ ഉണർത്തിട്ടോ. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൽ കൂടെ ഷെയർ ചെയ്യാണ്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് തന്നെ സൈൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടോ. പൈലറ്റ് ആയാലും എയറോസസ് ആയാലും ഒക്കെ ഫോട്ടോ ഒക്കെ കൂടെ നിന്നിട്ടായിരുന്നു. ഇതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിലെത്തിട്ടോ. അപ്പോൾ ഇവിടുന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ലഗേജൊക്കെ പെട്ടെന്ന് കിട്ടി. പിന്നെ അത് ഹെൽപ്പ് ചെയ്യാനും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകണം. അപ്പോൾ അവന് 3 മാസത്തിന് ശേഷം ഡാഡനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. ആബിക്കയും ഉമ്മയും പിന്നെ നാത്തൂനും മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടി വന്നത്. ആ ക്ലിപ്പിൻ്റെ അടുത്ത് മിസ്സായി. അപ്പോൾ ഇമെയിൽ ഡാഡനെ കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണിത്. ഡെയിലി വീഡിയോ കോളിൽ കണ്ടോണ്ടാണ് പരിചയക്കുറവൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇവനെയും കൂടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഫ്ലൈറ്റിൽ നിന്ന് അധികം ടൈം ഉറങ്ങിയതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ജിദ്ദയിൽ എൻ്റെ ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആപ്പ്
വാപ്പയും ഞങ്ങളെ വഴിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പനൊക്കെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലെത്തിയ ഉടനെ തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ഇമലിന് ഫുഡ് കൊടുത്തിട്ടോ. കാരണം പഴം കഴിച്ചെന്നുള്ള ഫ്ലൈറ്റ് നിന്ന് പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഫുഡ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവനെ അളിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ ഹൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിച്ചപ്പോൾ എനിക്ക് ആ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള സെയിം ഐറ്റം ആണ്. അതെനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ കഴിഞ്ഞിട്ട് കളിച്ചു. കുറേ നേരം ഒന്നും കളിക്കില്ല, കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ ബോളായിരുന്നു അവൻ്റെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ എൻ്റെ സൗദി ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡാഡിൻ്റെ കൂടെ കളികളൊക്കെ ആയിട്ട് ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങളുടെ മക്കളുടെ ആയിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻ്റ് ആയിട്ടോ പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.